എടാ നായേ, നീ ഇത് വെച്ച് എത്ര എത്ര പാവങ്ങളെടാ കൊന്നിരിക്കുന്നേ. അവന്റെ ഒരു മീശ അത്രയ്ക്ക് അങ്ങോട്ട് പൊങ്ങണ്ട. സർ CP ഒക്കെ പോയി പിള്ളേ. ഇനി വരാൻ പോകുന്നതേ ഞങ്ങളുടെ കാലം. പൊക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ആരാ പറഞ്ഞേ? അമ്മേ, എന്റെ കൈ. ഇപ്പൊ പൊക്കാമോ? കുഴപ്പമില്ല. കൈ പൊക്കി നോക്കിയേ. പൊക്കോട്ടെ. പൊക്കോ. എണ്ണ എണ്ണ ഇത് വെച്ചോ. ആ വീട്ടിക്കാൻ എന്തായി സുന്ദരനായിണ്ട് കേട്ടോ. ഇതൊന്ന് വാസുവിന്റെ മുറിയിൽ കൊണ്ടുവച്ചു. എങ്ങനെയുണ്ട്? വലിയ സന്തോഷത്തിലാണല്ലോ. വിട് തമ്പ്ര, വേണ്ട വേണ്ട തമ്പ്ര, വിട്. ആരെങ്കിലും കാണും. കാണട്ടെ. എനിക്ക് വേണം. നീ പറ പറ. ഇപ്പൊ വേണ്ട. പിന്നെ ഇപ്പൊ വേണ്ട തമ്പ്ര, വേണ്ട. പേടിക്കണ്ട, നീ പറഞ്ഞാ മതി. മറ്റൊന്നും ഇവിടെ കഥകളില്ലേ? ആ സമയത്ത് ആരും കാണില്ല. നീ വഞ്ചിപ്പുഴ വരണം. അവരോട് ഇരിക്കാൻ പറ. വരണം. ചുറ്റും നോക്കി വെച്ചോ.
അടങ്ങി നാശം പിടിച്ച കുടി. അമ്മേ ആ അച്ചാറ്. ഇതങ്ങ് കൊടുത്തോ. എന്റെ പിള്ളേ, ഇതിന്റെ കൂടെ ആ കാമ്പിശ്ശേരി ഷാപ്പിലെ താറാവ് കറി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഓ. നിന്റെ വക്കീൽ പഠിത്തം കഴിഞ്ഞു? ഇല്ല, 1 വർഷം കൂടി ഉണ്ട്. ആ, ഷാപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എന്റെ രാഘവൻ പിള്ളേ, മെനിഞ്ഞാന്നേ കുമാരപുരത്തെ ഷാപ്പിന്റെ മുന്നിലെ കവുങ്ങും തോട്ടമില്ലേ, ചകാക്കലയുടെ മീറ്റിംഗ്. രഹസ്യവിവരം കിട്ടി ഞങ്ങളവിടെ ചെന്നതും അവന്മാരോടി കണ്ടപടി രക്ഷപ്പെട്ടു. പക്ഷെ ഒരുത്തനെ ഞങ്ങൾ പൊക്കി. ഞങ്ങൾ അവനെ ഉണ്ടല്ലോ ഭിത്തിയിൽ അങ്ങോട്ട് ചാരി ഇരുത്തി പെരുവിരൽ ചേർത്ത് മുറുക്കി അങ്ങോട്ട് കെട്ടി. എന്നിട്ട് അവന്റെ കാലിൽ റോൾ തടിയെടുത്ത് അങ്ങോട്ട് വെച്ചു. എന്നിട്ട് മുട്ടു മുതൽ കണങ്കാല് വരെ ചുറന്നൊരു പോക്ക. ഉരുട്ടലേ. ആദ്യം കാലിന്റെ തോല് പൊളിഞ്ഞിങ്ങി പോന്നു. മസിലൊക്കെ ഉണ്ടല്ലോ, അരഞ്ഞ് വെണ്ണ പോലെയായി. എല്ലുപൊടിയുന്ന ഒച്ചയൊന്ന് കേൾക്കണം. പപ്പടം പൊടിയത്തില്ലേ, അത് തന്നെ. ഇനിയാ നമ്മുടെ യഥാർത്ഥ പണി വരുന്നത്. ഒരു പച്ച ഇറുക്കിലെടുത്ത് അവന്റെ മറ്റതിൽ അങ്ങോട്ട് കയറ്റി ഇങ്ങനെ പിടിച്ചൊരു കറക്കങ്ങോട്ട് കറക്കി. മൂത്രത്തിന് പകരം പുറത്തു വന്നതേ ചോരയാ, ചോര. അതോടെ തീർന്നു അവന്റെ അമ്മമ്മയുടെ കമ്മ്യൂണിസം. തീപ്പെട്ടി ഉണ്ടോടാ? എന്താടാ അത്? ചോറ് ഇവിടെയും കൂറ ഇവിടെയും. പോടാ അവിടെ. നിന്നെ കൂടി ഞാൻ പറയിപ്പിക്കും. വേണ്ടല്ലേ ഇതിനുള്ള പണി ഇത് എന്ത് കാണിക്കണേ? വാസു പിടിച്ച് മാറ്റ്. വാസു മാറ്റങ്ങട്. ഇവന് വണ്ടി എടുത്തിട്ടാ അവന്റെയൊക്കെ ഒരു കമ്മ്യൂണിസം. കൊച്ചുവാറു, കൊച്ചാപ്പി ഓർത്തിട്ടാണോ? എനിക്കും വിഷമമുണ്ട്. ഇവിടെ വളർന്ന ആളല്ലേ. എന്നാലും അവൻ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു.